ഓഡുവിൽ ഇൻവെൻട്രി വാലുവേഷൻ നമ്മൾ ഫിഫോ, ആവറേജ് കോസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് മെത്തഡ് ഉപയോഗിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് കോൺഫിഗർ ചെയ്തിട്ടില്ലെങ്കിൽ ഓഡുവിൽ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെൻട്രി കാണില്ല. കാരണം ബൈ ഡീഫോൾട്ട് ഇതിൽ ഓഡു ഉപയോഗിക്കുന്നത് മാനുവൽ മെത്തേഡാണ്, സ്റ്റാൻഡേർഡ് പ്രൈസിങ് മെത്തേഡുമാണ്. മാനുവൽ മെത്തേഡ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിൽ സ്റ്റോക്ക് കാണിക്കില്ല. ഇതിലിപ്പോൾ എവിടെയും കാണിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ അത് എവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻവെൻട്രിയിൽ പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ ഓൾ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൈസിങ്ങിലുള്ളത് കോസ്റ്റിംഗ് മെത്തേഡ്. ഇനി കുറച്ച് സാധനങ്ങൾ ഇവിടെ ഹൈഡാണ്. അത് സാധാരണ ഒരു യൂസർക്ക് ഹൈഡ് ആയിരിക്കും. അത് നമ്മൾ ഡെവലപ്പർ മോഡിലേക്ക് പോകാം, സെറ്റിങ്സിൽ പോവാം. അത് എനേബിൾ ആക്കാൻ വേണ്ടി സിസ്റ്റം, അതായത് ആവറേജ് കോസ്റ്റിംഗ് മെത്തേഡ് ഓട്ടോമാറ്റിക് ആവറേജ് കോസ്റ്റിംഗ് മെത്തേഡിലേക്ക് നമ്മൾ മാറ്റാൻ പോകാം. താഴെ പോയിട്ട് ഡെവലപ്പർ മോഡ് ആക്ടിവേറ്റ് ചെയ്യും. ഡെവലപ്പർ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് സേവ് ചെയ്യാം. ശേഷം അക്കൗണ്ടിങ്ങിൽ പോവാം. കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻവെന്ററി വാലുവേഷൻ ഉണ്ട്. സ്റ്റോക്ക് വാലുവേഷൻ, ഓട്ടോമാറ്റിക് അക്കൗണ്ടിങ് അടിക്കുക. എനേബിൾ ഓട്ടോമാറ്റിക് അക്കൗണ്ടിങ് എൻട്രി ഫോർ സ്റ്റോക്ക് മൂവ്മെന്റ്സ്. ഓട്ടോമാറ്റിക്കായിട്ട് മൂവ്മെന്റ് ഇവിടെ കുറച്ച് അടിച്ചത് ഓഡു ബൈ ഡിഫോൾട്ട് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നില്ല നമുക്ക് പിന്നെ നോക്കാം. അതായത് ഓഡു ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഓഡു ഇന്ററിം അക്കൗണ്ടിലേക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യും. അതിൽ പർച്ചേസ് ഓർഡറിന് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി സെയിൽസ് നിങ്ങൾ വിൽപ്പന നടത്തി ബില്ലൊന്നും ഇൻവോയ്സ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഇൻവെന്ററി ഇന്ററിം ഔട്ട് ഗോയിങ്ങിൽ അപ്ഡേറ്റ് ചെയ്യും. അതിൽ കുറച്ച് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പർച്ചേസ് ഓർഡർ നമ്മൾക്ക് വില അറിയില്ല. പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ അതിന് വാല്യൂ ഇടാതെ പർച്ചേസ് ഓർഡർ പാർട്ടിക്ക് കൊടുത്തു. എന്നിട്ട് സാധനം നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ അത് സീറോ വാല്യൂ ഉള്ള ഇൻവെന്ററി കിട്ടിയതായിട്ട് സിസ്റ്റം ചിന്തിക്കുക. അതിനുശേഷം പർച്ചേസ് ബില്ല് വരുമ്പോൾ ആ പർച്ചേസ് ബില്ല് അതിന്റെ കോസ്റ്റിംഗിലേക്ക് എടുക്കില്ല. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ ഓട്ടോമാറ്റിക് അക്കൗണ്ടിങ് എനേബിൾ ആക്കി സേവ് ചെയ്തു. ശേഷം നമ്മൾക്ക് ഇത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇൻവെന്ററിയിൽ പോയി കോൺഫിഗറേഷൻ, നമ്മൾ നേരത്തെ പോയ പ്രൊഡക്റ്റ് കാറ്റഗറീസിൽ പോയിട്ട് ഓൾ സെലക്ട് ചെയ്യുന്നു. എല്ലാവരും നമ്മൾ ഒരേ മെത്തേഡ് ആക്കും. സ്റ്റാൻഡേർഡ് പ്രൈസിംഗ് അല്ല, നമുക്ക് ആവറേജ് കോസ്റ്റിംഗ് മെത്തേഡ് വേണം. ഓക്കെ, ഓട്ടോമേറ്റഡ് ആക്കും. ഈ ഓട്ടോമേറ്റഡ് ഇൻവെന്ററി വാല്യൂഷൻ ഓട്ടോമാറ്റിക് ആക്കുമ്പോൾ സ്റ്റോക്ക് ഇന്ററിം റിസീവ്ഡ്, സ്റ്റോക്ക് ഇന്ററിം ഡെലിവേർഡ്, അതായത് റിസീവ് ചെയ്യുമ്പോൾ സ്റ്റോക്കിനും, അതായത് ബില്ല് റിസീവ് ചെയ്യുന്നതിന് മുമ്പ്, പർച്ചേസ് ബില്ല് കിട്ടുന്നതിന് മുമ്പ് സ്റ്റോക്ക് കിട്ടുമ്പോൾ ഇവിടെയും, സെയിൽസ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഇൻവോയ്സ് പ്രീപേ ചെയ്യുന്നതിന് മുമ്പ് ഡെലിവർ ചെയ്യുന്നത് ഇവിടെ ഈ സ്റ്റോക്കിലും കാണിക്കും. ഓക്കെ, ഇത്രയും സേവായി. ഇനി ട്രയൽ ബാലൻസ് ഇപ്പോൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരു എൻട്രീസും അതില്ല. അതുകൊണ്ട് തന്നെ അതിൽ ട്രയൽ ബാലൻസിൽ സ്റ്റോക്ക് ഒന്നും വരില്ല. ഇനി നമ്മളൊന്ന് ഒരു ഇട്ട് നോക്കണം, നമ്മൾ എന്താണ് സംഭവിക്കുന്നത് ഇട്ട് നോക്കാൻ പോകും. പർച്ചേസിൽ പോയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സ്റ്റോറബിൾ പ്രൊഡക്റ്റ് ആയിരിക്കണം ഇൻവെന്ററീസിൽ വരണമെന്നുണ്ടെങ്കിൽ. നമുക്കിവിടെ ടെലിവിഷൻ എന്നൊരു പ്രൊഡക്റ്റ്, കൺസ്യൂമബിൾ അല്ല, സ്റ്റോറബിൾ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതിൻ്റെ കോസ്റ്റ് നമ്മൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല, അതെല്ലാം അങ്ങനെ നോട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഒരു പർച്ചേസ് ഓർഡർ പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യാണ്. നമ്മളൊരു ടെലിവിഷൻ ഒരു 10 എണ്ണം, 25,000 ഈച്ച്. ടാക്സ് നമ്മൾ തൽക്കാലം ഒഴിവാക്കും. 25,000 ഈച്ച്, 2.5 ലക്ഷം രൂപ. കൺഫേം ചെയ്യുന്നു, ഓർഡർ കൺഫേം ചെയ്യുന്നു. നമ്മൾ പാർട്ടിക്ക് ഓർഡർ കൊടുത്തു, റിസീവ് ചെയ്യണം, എന്നാലേ നമ്മൾ ഇൻവെന്ററിയിലേക്ക് സാധനം വരുള്ളൂ. ഇപ്പം നമ്മൾ റിസീവ് ചെയ്തു, വാലിഡേറ്റ് ചെയ്തു, ഇത്രയും പ്രൊഡക്റ്റ് റിസീവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിൽ പോയി ട്രയൽ ബാലൻസ് എടുത്ത് നോക്കും. ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഇന്ററിം റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 2.5 ലക്ഷവും സ്റ്റോക്ക് വാല്യൂവേഷൻ അക്കൗണ്ടിൽ 2.5 ലക്ഷവും വന്നിട്ടുണ്ട്. ഡെബിറ്റിലും ക്രെഡിറ്റിലും വന്നിട്ടുണ്ട് 2 ലക്ഷം. ഓക്കെ, ഇനി ശരിക്കും ഈ സ്റ്റോക്ക് ഇന്ററിം റിസീവ്ഡ് എന്ന് പറയുന്നത് ക്ലോസ് ആയി പോകേണ്ടതാണ്. ഇത് ക്ലോസ് ആയി പോകുന്നത് നമ്മൾ ബില്ല് കിട്ടുമ്പോൾ. അതിൻ്റെ ബില്ല് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പർച്ചേസിൽ ഫസ്റ്റത്തെ 2 ലക്ഷത്തിൻ്റെ അതിൻ്റെ ബില്ല്, ക്രിയേറ്റ് ബില്ല്, നമുക്ക് ബില്ല് റിസീവ് ചെയ്തു. അതായത് പർച്ചേസ് ബില്ല് കിട്ടി, പാർട്ടി അയച്ചു തന്നു, നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നു, അത് ബുക്ക് ചെയ്യുന്നു. ഡേറ്റ് വേണം, അത് ഇത് കൊടുക്കാം,
കൺഫേംഡ്. സെയിം റേറ്റ് ആണ്, മാറ്റങ്ങളൊന്നും ഇല്ലാതെ വന്നു. റിസീവ് ചെയ്യേണ്ട എമൗണ്ട് റിസീവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിൽ കാണാൻ. ഇതിൻ്റെ ട്രയൽ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇന്ററിം റിസീവ്ഡിൽ രണ്ടും തമ്മിൽ കട്ടായി പോയിട്ടുണ്ട്. അതേസമയം 2.5 ലക്ഷം രൂപ സ്റ്റോക്കിൽ അടുത്തുണ്ട്. കറസ്പോണ്ടിങ് ക്രെഡിറ്റ് പോയത് റിസീവബിളിലേക്ക് പോയി, പേയബിളിലേക്ക് പോയി. അത് ക്ലിയർ ആയി. ഇതേപോലെ തന്നെയാണ് വിൽപ്പന നടത്തുമ്പോൾ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് പോകും. ഇന്ററിം റിസീവ്ഡ് പകരം ഇന്ററിം ഡെലിവേർഡിൽ പോകും. ഈ രീതിയിലാണ് ഓഡു ഇൻവെന്ററി മാനേജ് ചെയ്യുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ ട്രയൽ ബാലൻസിൽ സ്റ്റോക്ക് കാണിക്കുള്ളൂ. ഇനി മറ്റൊരു കേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾക്ക് അതിന്റെ വാല്യൂ അറിയില്ല. നമ്മൾ പർച്ചേസ് ഓർഡർ ഒരേ വാല്യൂന് കൊടുത്തു, പക്ഷെ പാർട്ടി അയച്ചു തരുന്ന ബില്ല് വേറൊരു മെത്തേഡാണ്, അങ്ങനെയാണ്, വേറൊരു എമൗണ്ട് ആണ്. ഇങ്ങനെ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഇതിപ്പോൾ ഇൻവെന്ററി സിസ്റ്റത്തിൽ കാണിക്കാൻ എങ്ങനെ എനേബിൾ ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.